ഹായ് ഓൾ, ഇന്ന് നമുക്ക് CA ഫൗണ്ടേഷൻ ബിസിനസ് മാത്സിന്റെ ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ എക്സസൈസ് സിയിലെ 5th ക്വസ്റ്റ്യൻ തൊട്ട് ഡിസ്കസ് ചെയ്യാം. 5th ക്വസ്റ്റ്യൻ എന്താണ്? സോൾവ് 4/x minus 5/y equal x plus y divided by xy plus 3/10 and 3xy equal 10 into y minus x. ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 4/x minus 5/y equal x plus y divided by xy plus 3/10 എന്നുള്ളതാണ്. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലോ. എന്ത് വരും? ലെഫ്റ്റ് സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 into y 4y minus x into 5 5x divided by xy. സൈഡ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? x plus y into 10 എന്നുള്ളത് 10 into x plus y എന്ന് എഴുതാം plus 3 into xy 3xy xy into 10 10xy. ഇവിടെ ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഡിനോമിനേറ്ററിൽ xy എന്നുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ഈ ബ്രാക്കറ്റ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് വരും? 4y minus 5x equal 10 into x plus y 10x plus 10y plus 3xy ഡിവൈഡഡ് ബൈ 10 എന്നാണ്. ഡിവൈഡഡ് ബൈ 10 എന്നാൽ റൈറ്റ് സൈഡിലുള്ളത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? മൾട്ടിപ്ലൈ ആകും. ഇൻറ്റു 10 4y minus 5x into 10 എന്ന് എഴുതാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? 4y into 10 എന്നുള്ളത് 40y minus 5x into 10 എന്നുള്ളത് 50x equal 10x plus 10y plus 3xy എന്ന് വരും. സെക്കൻഡ് ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും? സെക്കൻഡ് ഇക്വേഷൻ എന്നുള്ളത് എന്താണ്? 3xy equal 10 into y minus x എന്നുള്ളതാണ് സെക്കൻഡ് ഇക്വേഷൻ വരുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പൊ 3xy എന്ന് തന്നെ എഴുതാം ഈക്വൽ റൈറ്റ് സൈഡിൽ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പൊ എന്ത് വരും? 10 into y 10y minus 10 into x 10x. xy equal to 10y minus 10x എന്ന് കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 3xy equal 10y minus 10x എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 3xyക്ക് പകരം എന്തെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 10y minus 10x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്ത്. അപ്പോൾ എന്ത് വരും? 40y minus 50x equal 10x plus 10y plus 3xy എന്നാണ്. 3xyക്ക് പകരം 10y minus 10x എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10y minus 10x. റൈറ്റ് സൈഡ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താണ്? 10x minus 10x ഉണ്ട്. അപ്പോൾ 10 minus 10 0. അപ്പോൾ ക്യാൻസൽ ആകും. 10y plus 10y 20y. 40y minus 50x equals 20y. ലൈറ്റ് ടേംസ് എല്ലാം നമുക്ക് ഒരു സൈഡിലാക്കാം. വൈഡ് ടേംസ് തന്നെ 40y ഉണ്ട് 20y ഉണ്ട്. അത് ലെഫ്റ്റിലേക്കും എക്സിന്റെ ടേംസ് റൈറ്റ് സൈഡിലേക്കും ഉണ്ട്. അപ്പോൾ എന്ത് വരും? 40y പ്ലസ് 20y ലെഫ്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് 20y ഈക്വൽ മൈനസ് 50x റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ പ്ലസ് 50x. ഇത് സിംപ്ലിഫൈ ചെയ്യും. 40 മൈനസ് 20 20. ഇപ്പോൾ 20y ഈക്വൽ 50x. നമുക്ക് 20y equal to 50x എന്ന് കിട്ടി. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2y equal 5x എന്ന് വരും. 2y equal 5x എന്ന് വരും. അപ്പോൾ നമുക്ക് 2y equal 5x എന്ന് കിട്ടി. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ 5 2, ഓപ്ഷൻ ബി -2 -5, ഓപ്ഷൻ സി 2 -5, ഓപ്ഷൻ ഡി 2 5. ഇത് ഏത് ഫോമിലാണ് തന്നിരിക്കുന്നത്? കോർഡിനേറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ അതായത് എക്സ് വൈ എന്നുള്ള ഫോമിലാണ് ഗിവൺ ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? 5 2. അപ്പോൾ അവിടെ എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 5 എന്നും വൈ എന്ന് പറയുന്നത് 2 എന്നും വരും. അത് എക്സ് 5 എന്നും വൈ 2 എന്നും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് നോക്കാം. എക്സിന് 5 എന്നും വൈക്ക് 2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y എന്നാണ്. അപ്പോൾ 2 into 2 equal 5x എന്നാണ്. അപ്പോൾ 5 into x എത്രയാണ്? 5. 5 into 5. 2 into 2 4. 5 into 5 25. ഇത് ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കിട്ടിയത് ഡിഫറെൻറ്റ് ആൻസേഴ്സ് ആണ്. അപ്പം എന്താണ്? ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഓപ്ഷൻ എ അല്ല.
ഓപ്ഷൻ ബി ആണോ നോക്കാം. ഓപ്ഷൻ ബി ആണെങ്കിൽ എക്സ് എന്താണ് -2 ആണ്, y എന്താണ് -5. ഓപ്ഷൻ ബി ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് -2, y എന്ന് പറയുന്നത് -5 ആണ്. 2 into -5 equal 5 into -2. 2 into -5 -10. 5 into -2 -10. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് സെയിം ആൻസേഴ്സ് ആണ് കിട്ടിയത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. -2 -5 എന്നുള്ള എക്സിന്റെയും വൈയുടെയും വാല്യൂസ്, -2 -5 എന്നുള്ളത് ഈ ഇക്വേഷന് സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി -2 -5 ആയിരിക്കും. അതായത് എക്സ് -2 എന്നും വൈയുടെ വാല്യൂ -5 എന്നും ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, the pair satisfying the equation x plus 5y equal 36, x plus y divided by x minus y equal 5/3. ഈ ക്വസ്റ്റ്യൻ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് പെയർ ആണ്, അതായത് ഏത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ആണ് ഈ ഇക്വേഷന് സാറ്റിസ്ഫൈ ആകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ഇക്വേഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ഗിവൺ പെയർ എന്നുള്ളത് ഏത് ഫോമിലാണ്? XY എന്നുള്ള ഫോമിലാണ്. അപ്പം ഓപ്ഷൻ എ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂ 16 എന്നും വൈയുടെ വാല്യൂ 4 എന്നും രണ്ട് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഓപ്ഷൻ ആണോ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 16 4 എന്നാണ്. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് x plus 5y equal 36 എന്നും സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് x plus y divided by x minus y equal 5/3 എന്നുമാണ്. ഫസ്റ്റ് ഇക്വേഷനകത്ത് ഓപ്ഷൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് x equal 16 എന്നും y equal 4 എന്നുമാണ്. 16 plus 5 into y എത്രയാണ് 4 equal 36. 16 plus 5 into 4 20 equal 36. 16 plus 20 36 ആണ്, equal to 36. ഈ ഇക്വേഷൻ x equal to 16 എന്നുള്ളതും y equal to 4 എന്നുള്ളതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് ഈക്വൽ ആയിട്ടാണ് കിട്ടിയത്. ഓപ്ഷൻ എ ഫസ്റ്റ് ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി അത് സെക്കൻഡ് ഇക്വേഷനിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 16 plus 4 divided by 16 minus 4 equal 5/3 ആണോ നോക്കാം. 16 plus 4 20, 16 minus 4 12 equal 5/3 എന്നാണ് ഗിവൺ. നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 20 12 4 വെച്ച് ഡിവിസിബിൾ ആണല്ലോ. 4 5s are 20 ആണ്, then 4 3s are 12 ആണ്. നമുക്കപ്പോൾ ക്യാൻസൽ ചെയ്യുമ്പം എന്താണ് 5/3 എന്ന് വരും. അപ്പോൾ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് x plus y by x minus y equal 5/3 എന്നുള്ള ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ 16 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ഫോർ x and y minus 3y equal 0 and x plus 2y equal 20. ഇക്വേഷൻ നമ്പർ 1 എന്നുള്ളത് x minus 3y equal 0 എന്നും x plus 2y equal 20 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് എടുക്കാം. ഇവിടെ രണ്ട് ഇക്വേഷൻസ് കമ്പയർ ചെയ്താൽ എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റ് ഇവിടെ സെയിം ആണ്. എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. x minus x 0 വരും. then minus 3y minus plus 2y എന്നാണ്. മൈനസും പ്ലസും മൈനസ് ആയി. minus 3y minus 2y എന്നുള്ളത് എന്താണ്? minus 5y. minus 5y equal 0 minus 20 എന്നാണ്. 0 minus 20 minus 20. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, കട്ട് ചെയ്യാം. y ഈക്വൽ എന്ത് വരും? 5 എന്നുള്ളത് y ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. 20 divided by 5. 20 divided by 5 എത്രയാണ്? 4. വൈയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? x minus 3y എന്നാണ്. അപ്പോൾ 3 into 4 equal 0 എന്ന് വരും. അപ്പോൾ x minus 12 equal 0 എന്ന് വരും. x equal 12. ഈ രണ്ട് ഇക്വേഷനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂ 4 എന്നും എക്സിന്റെ വാല്യൂ 12 എന്നും കിട്ടി.
അതായത് ഓപ്ഷൻ ബി x ഈക്വൽ 12 y ഈക്വൽ 4 ആയിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത്. ഇനി എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്യാതെ ഡയറക്റ്റ് നമ്മൾ ഓപ്ഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്താൽ എന്ത് വരും? ഓപ്ഷൻസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നോക്കേണ്ടത്? എല്ലാ ഓപ്ഷൻസ് ഓരോ ഓപ്ഷനിലെയും എക്സിൻ്റെയും വൈയുടെയും വാല്യൂ രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏത് ഓപ്ഷൻ ആണോ രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും ആൻസർ. നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി നമുക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് ഇക്വേഷൻ നോക്കാം. എന്ത് വരും? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 12 ആണ്, വൈയുടെ വാല്യൂ 4 ആണ്. ഫസ്റ്റ് ഇക്വേഷൻ എക്സിന്റെ വാല്യൂ 12 എന്നും വൈയുടെ വാല്യൂ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫസ്റ്റ് ഇക്വേഷൻ എന്താകും? 12 മൈനസ് 3 ഇൻറ്റു 4 ഈക്വൽ 0 എന്ന് വരും. 12 മൈനസ് 3 ഇൻറ്റു 4 12, 12 മൈനസ് 12 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. 0 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പോൾ ഇക്വേഷൻ 1 ഓപ്ഷൻ ബി സാറ്റിസ്ഫൈ ആയി. സെക്കൻഡ് ഇക്വേഷനകത്ത് ഓപ്ഷൻ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? സെക്കൻഡ് ഇക്വേഷൻ എന്നുള്ളത് എക്സ് പ്ലസ് 2y ഈക്വൽ 20 എന്നാണ്. 12 പ്ലസ് 2 ഇൻറ്റു 4 ഈക്വൽ 20 എന്നാണ്. 12 പ്ലസ് 2 ഇൻറ്റു 4 8 ഈക്വൽ 20. 12 പ്ലസ് 8 20. 20 ഈക്വൽ ടു 20. ലെഫ്റ്റും റൈറ്റും സെയിം ആയിട്ട് കിട്ടി. അതുകൊണ്ട് ഓപ്ഷൻ ബി ഇക്വേഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി x ഈക്വൽ 12 y ഈക്വൽ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ സൈമൾട്ടേനിയസ് ഇക്വേഷൻ 7x minus 3y equal 31 and 9x minus 5y equal 41 have solutions given by minus 4 minus 1 minus 1 4 4 minus 1 3 7. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ എന്നുള്ളത് 7x minus 3y equal 31 എന്നും 9x minus 5y equal 41 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഇത് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യണമെങ്കിൽ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണമല്ലോ. എക്സിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. വൈനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ വൈയുടെ കോഎഫിഷ്യന്റ് സെയിം ആയിരിക്കണം. ഇവിടെ വൈയുടെ കോഎഫിഷ്യന്റ് ഫസ്റ്റ് ഇക്വേഷനിൽ 3 സെക്കൻഡ് ഇക്വേഷനിൽ 5 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തെന്ന് കിട്ടും? 7 into 5 35x minus 3 into 5 15y equal 31 into 5 155. Then സെക്കൻഡ് ഇക്വേഷനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് ആയ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തെന്ന് വരും? 9 into 3 എന്ന് വരും. അതായത് 27x minus 5 into 3 15y equal 41 into 3 123. ഇത് സബ്ട്രാക്ട് ചെയ്യാലോ. ഇനി വൈയുടെ കോഎഫിഷ്യന്റ് രണ്ടും നെഗറ്റീവ് സൈൻ ആണ്. അപ്പൊ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. രണ്ട് സെയിം സൈൻ ആകുമ്പോൾ നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. -15 മൈനസ് 15y എന്ന് വരും. അത് 0 ആണ്. 35x മൈനസ് 27x എന്ന് പറയുന്നത് എത്രയാണ്? വരും 8x എന്ന് വരും. 8x ഈക്വൽ 155 മൈനസ് 123 എത്രയാണ്? 32. x ഈക്വൽ x ആയിട്ട് 8 മൾട്ടിപ്ലൈ ചെയ്താണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പോൾ 32 ഡിവൈഡഡ് ബൈ 8 എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? 4. ഇവിടെ എക്സിന്റെ വാല്യൂ 4 എന്ന് കിട്ടി. വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണ്ടേ? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്ത എന്ത് വരും? 7x എന്നാണ്. 7 into 4 മൈനസ് 3y ഈക്വൽ 31 എന്ന് വരും. 7 into 4 28 minus 3y equal 31 minus 3y equal 31 plus 28 ആണ്. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ minus 28. 31 minus 28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 minus 3y equal 3 എന്ന് പറയുമ്പോൾ y is equal to 3 divided by minus 3 എന്ന് വരും. which is equal to minus 1. നമുക്ക് കിട്ടിയത് എക്സിന്റെ വാല്യൂ 4 എന്നും വൈയുടെ വാല്യൂ -1 എന്നും. അതായത് ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1.5x plus 2.4y equal 1.8 and 2.5 into x plus y equal 7y have solution us. എന്താണ് ഇതിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സും വൈയും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷനെ
ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. 2.5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 2.5x പ്ലസ് 2.5 ഇൻറ്റു 1 എന്നുള്ളത് 2.5 ഈക്വൽ 7.5. നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്തോ. ഗിവൺ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 0.5, 0.4, ഓപ്ഷൻ ബി 0.4, 0.5, ഓപ്ഷൻ സി 1/2, 2/5, ഓപ്ഷൻ ഡി 2/5. അതായത് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് ഓരോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ആ എക്സിന്റെയും വൈയുടെയും വാല്യൂസ് രണ്ട് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 0.5, 0.4 ആണ്. അതായത് എക്സ് ഈക്വൽ 0.5 എന്നും വൈ ഈക്വൽ 0.4 എന്നുമാണ്. ഫസ്റ്റ് ഇക്വേഷനകത്ത് നമുക്ക് എക്സിന് 0.5 എന്നും വൈക്ക് 0.4 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? 1.5 ഇൻറ്റു 0.5 പ്ലസ് 0.4 ഇൻറ്റു 0.4 ഈക്വൽ 1.8. 0.5 ഇൻറ്റു 0.5 15 ഇൻറ്റു 5 എന്ന് പറയുന്നത് 75 ആണ്. ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് ആൻസർ 0.75 ആയിരിക്കും. പ്ലസ് 2.4 ഇൻറ്റു 0.4 24 ഇൻറ്റു 4 എന്ന് പറയുന്നത് 96 ആണ്. രണ്ട് ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 0.96 ആയിരിക്കും. 1.8. 0.75 പ്ലസ് 0.96 എന്ന് പറയുന്നത് 1.75 ആണ്. ഇതെന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 1.8 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ഫസ്റ്റ് ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ നോക്കണം. വേണ്ട. ഇനി ഓപ്ഷൻ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ ബി ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എത്രയാണ്? 0.4 ആണ്. വൈ ഈക്വൽ ടു 0.5 ആണ്. ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1.5 ഇൻറ്റു 0.4 പ്ലസ് 2.4 ഇൻറ്റു 0.5 ഈക്വൽ 1.8 ഇൻറ്റു 0.4 15 ഇൻറ്റു 4 എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 0.6 ആയിരിക്കും. രണ്ട് ഡെസിമൽ പ്ലേസ് ഉള്ളതുകൊണ്ട് 0.6 ആയിരിക്കും. 0.4 ഇൻറ്റു 0.5 എന്നാണ്. 24 ഇൻറ്റു 5 എന്ന് പറയുന്നത് 120 ആണ്. അപ്പം 1.2 ആയിരിക്കും. ഈക്വൽ 1.8. 1.6 പ്ലസ് 1.2 എന്ന് പറയുന്നത് 1.8 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു RHS. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഈ ഇക്വേഷനിൽ x ഈക്വൽ ടു 0.4 എന്നുള്ളതും y ഈക്വൽ 0.5 എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ബി ഫസ്റ്റ് ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഈ ഇക്വേഷൻ എന്നുള്ളത് 2.5x എന്നാണ്. x എന്നുള്ളത് 0.4 പ്ലസ് 2.5 ഈക്വൽ 7 y എന്നാണ്. 7 ഇൻറ്റു y എന്ന് പറയുന്നത് 0.5. 2.5 ഇൻറ്റു 0.4 25 ഇൻറ്റു 4 എന്നുള്ളത് 100 ആണ്. രണ്ട് ഡെസിമൽ പ്ലേസസ് ഉണ്ട്. അപ്പം ആൻസർ 1 ആയിരിക്കും. പ്ലസ് 2.5 ഈക്വൽ 7 ഇൻറ്റു 0.5 7 ഇൻറ്റു 5 35 ആണ്. ഇവിടെ 1 ഡെസിമൽ പ്ലേസ് ആണുള്ളത്. അതുകൊണ്ട് 3.5 ആയിരിക്കും. 1 പ്ലസ് 2.5 എന്നുള്ളത് 3.5 ആണ്. ഈക്വൽ ടു RHS. സെക്കൻഡ് ഇക്വേഷനും ഓപ്ഷൻ ബി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ബി 0.4 0.5 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, the values of x and y satisfying the equation 3/x plus y plus 2/x minus y equal 3 and 2/x plus y plus 3/x minus y equal 11/3. നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാം. ഓപ്ഷൻസ് എന്താണ്? ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി -1 -2, ഓപ്ഷൻ സി 1 1/2, ഓപ്ഷൻ ഡി 2 1. ഓപ്ഷൻ എ യൂസ് ചെയ്താൽ എക്സിന് എന്ത് കൊടുക്കാം? 1 എന്നും y എന്ന് പറയുന്നത് 2 എന്നും കൊടുക്കാം. ഓപ്ഷൻ എയിൽ എക്സിന്റെ വാല്യൂ 1 എന്നും വൈയുടെ വാല്യൂ 2 എന്നുമാണ്. നമുക്കത് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 3/x plus y plus 2/x minus y equal to 3 എന്നുള്ളത്. സെക്കൻഡ് ഇക്വേഷൻ എന്നുള്ളത് 2/x plus y plus 3/x minus y equal 11/3 എന്നാണ്. ഫസ്റ്റ് ഇക്വേഷനിലെ LHS നോക്കിയാൽ എന്ത് വരും? ഫസ്റ്റ് ഇക്വേഷനിലെ LHS എന്ന് പറയുന്നത് 3/x plus y plus
2 by x minus y ആണ്. അതിൽ x ന്റെ വാല്യൂ 1 ആണ്, y യുടെ വാല്യൂ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 by 1 plus 2 എന്ന് വരും, അതായത് 3 plus 2 by 1 minus 2 എന്ന് വരും, അതായത് minus 1. 3 by 3 എന്ന് പറയുന്നത് 1 ആണ്, plus 2 divided by minus 1 minus 2. 1 minus 2 എന്നുള്ളത് minus 1 ആണ്. നമുക്ക് which is not equal to RHS. നമ്മുടെ RHS എന്താണ് ഇവിടെ? 3 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ -1 ആണ്. നമ്മുടെ RHS എന്ന് പറയുന്നത് 3 ആണ്. LHS ൽ x ന്റെയും y ന്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കിട്ടിയത് -1 ആണ്. നമ്മുടെ RHS 3 ആണ്. LHS not equal to RHS ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ എന്ന് പറയുന്നത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓപ്ഷൻ ബി നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ ഓപ്ഷൻ ബി നോക്കിയാൽ എന്ത് വരും? x ന്റെ വാല്യൂ -1 ആണ്, y യുടെ വാല്യൂ -2 ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ LHS സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് വരും? 3 by x plus y. -1 -2 -3 plus 2 by x minus y. -1 -2 എന്ന് വരും. x minus y എന്നാണ്. x എന്നുള്ളത് -1 ആണ്, y എന്നുള്ളത് -2 ആണ്. മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. അപ്പോൾ -1 plus 2 എന്നുള്ളത് 1 ആണ്. 3 divided by -3 -1 plus 2 divided by 1 2. 2 minus 1 1. നമ്മുടെ RHS എന്ന് പറഞ്ഞാൽ 3 ആണ്. അതുകൊണ്ട് നോട്ട് ഈക്വൽ ടു RHS ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബിയും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അടുത്തത് ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ x ന്റെ വാല്യൂ എന്താണ്? 1 ആണ്, y യുടെ വാല്യൂ 1/2 ആണ്. ഫസ്റ്റ് ഇക്വേഷനിലെ x ന്റെ y യുടെ വാല്യൂ, ഓപ്ഷൻ സിയിലെ x ന്റെ y യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അപ്പോൾ എന്ത് വരുമെന്ന് നോക്കാം. 3 by x plus y. 1 plus 1/2 എന്ന് വരും, അതായത് 3/2 plus 2 by x minus y. 1 minus 1/2 എന്ന് വരും, അതായത് 1/2. 3 divided by 3/2 നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 into 2/3 എന്ന് എഴുതാം, plus 2 divided by 1/2 എന്നുള്ളത് 2 into 2/1 എന്ന് എഴുതാം. ഫ്രാക്ഷൻ ഡിവിഷൻ വരുമ്പോൾ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷന്റെ റെസിപ്രോക്കൽ കൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 3 into 2/3 എന്നും ഇവിടെ 2 into 2/1 എന്ന് വരും. 3യും 3യും ക്യാൻസൽ ആകും. which എന്താണ്? 2 plus 2 into 2 4. 4/1 4. 2 plus 4 6, which is not equal to എന്താണ്? RHS. നമ്മുടെ RHS എന്ന് പറയുന്നത് 3 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ 6 ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സിയും ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമുക്ക്. ഓപ്ഷൻ ഡി എന്താണ്? x ന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്, y യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 3 by 2 plus 1 എന്ന് വരും, അതായത് 3 plus 2 by x minus y ആണ്, 2 minus 1 എന്ന് വരും, അതായത് 1. 3 by 3. 3 divided by 3 എന്ന് പറയുന്നത് 1 ആണ്. 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. 1 plus 2 equal 3. ഈ ഇക്വേഷന്റെ RHS എന്താണ്? 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ LHS equal to RHS ആണ്. കിട്ടിയത് 3 ആണ്. നമുക്ക് RHS വേണ്ടതും 3 ആണ്. അപ്പോൾ LHS equal to RHS ആണ്. ഓപ്ഷൻ ഡി ഫസ്റ്റ് ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? സെക്കൻഡ് ഇക്വേഷനിലും ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് ഇക്വേഷന്റെ LHS എന്താണ്? 2 by x plus y plus 3 by x minus y ആണ്. Equal to 2 by x ന്റെ വാല്യൂ എത്രയാണ്? 2. y യുടെ വാല്യൂ 1. അപ്പോൾ 2 plus 1 3 plus 3 by x minus y. 2 minus 1 1. Cross multiply ചെയ്യുമ്പോൾ എന്ത് വരും? 2 into 1 2 plus 3 into 3 9 divided by 3. 2 plus 9 11/3. 2 plus 9 11. 11/3 എന്ന് വരും. ഇവിടെ ഇക്വേഷന്റെ RHS എന്ന് പറഞ്ഞാൽ എന്താണ്? 11/3 ആണ്. അപ്പോൾ ഈ LHS equal to RHS എന്ന് കിട്ടി. അതുകൊണ്ട് സെക്കൻഡ് ഇക്വേഷനിലും ഓപ്ഷൻ ഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ഡി 2 1 ആയിരിക്കും. മറ്റൊരു എക്സസൈസുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു ഓൾ.